തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയെങ്കിലും UDF ആകെ മൊത്തം അവതാളത്തിലാണ്. UDFനെ ഇപ്പോൾ നയിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും സ്വാധീനമുള്ള പ്രസ്ഥാനമായി UDF മാറിക്കഴിഞ്ഞു. അതിനുള്ള ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. മലബാറിൽ UDFന് 16 സീറ്റും ലഭിച്ചത് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കൊണ്ടാണ്. കോഴിക്കോട് UDFന് മുന്നേറ്റമുണ്ടാകാൻ സഹായിച്ചതും ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കയറി നിരങ്ങുകയാണ് കോൺഗ്രസിനെ. അതോടൊപ്പം ലത്തീൻ കത്തോലിക്ക സഭയും രംഗത്ത് എത്തിയിരിക്കുന്നു. എറണാകുളത്ത് എറണാകുളം കോർപ്പറേഷനിൽ, കൊച്ചി കോർപ്പറേഷനിൽ UDF തിളക്കമാർന്ന വിജയമാണ് നേടിയത്. ദീപ്തി മേരി വർഗീസ് മേയറാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അവർ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. ഏറെക്കാലമായി അധികാരത്തിൽ നിന്ന് മാറി നിന്ന നേതാവാണ് ദീപ്തി മേരി വർഗീസ്. അവരെ മേയറാക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. എറണാകുളത്ത് മേയറാക്കേണ്ടത് ദീപ്തി മേരി വർഗീസിനെ അല്ലെന്നും ലത്തീൻ കത്തോലിക്ക സഭയിലെ ഒരാളെ മേയറാക്കണമെന്നുമാണ് കോൺഗ്രസിന് അവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം എന്ന മുന്നറിയിപ്പും ആവർത്തിക്കുന്നു. ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് സഭയുടെ പിന്തുണ കൊണ്ടാണെന്ന വാദവും അവർ നിരത്തുന്നു. ഇതോടുകൂടി ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കീഴടങ്ങേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ്. ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് മുന്നോക്കമുള്ള വാർഡുകളിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുവേണ്ടി ദീപ്തി മേരി വർഗീസിനെ പോലെ സമുന്നതയായ ഒരു നേതാവിനെ മാറ്റി നിർത്തേണ്ടി വരിക എന്ന ധർമ്മസങ്കടത്തിലാണ് കൊച്ചിയിൽ കോൺഗ്രസ്. ഹൈബി ഈഡൻ MLA ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായി എത്തിയിട്ടുമുണ്ട്. ഇതോടുകൂടി കൊച്ചി കോർപ്പറേഷനിൽ മേയറെ തീരുമാനിക്കാനാവാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ്. ലത്തീൻ കത്തോലിക്ക സഭയാണ് കോൺഗ്രസിന് UDFന് ഭൂരിപക്ഷം നൽകിയതെന്ന് അവർ പറയുന്നു. മാത്രമല്ല, കൊല്ലത്തും കൊച്ചിയിലും മുസ്ലിം ലീഗ് ചില ആവശ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൊല്ലത്തും കൊച്ചിയിലും മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി മേയർ പദവി സ്ഥാനം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതുവരെ ആവശ്യപ്പെടാത്ത കാര്യമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊല്ലത്തും കൊച്ചിയിലും കോർപ്പറേഷനുകളിൽ വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയത്. പക്ഷേ ആ വിജയം കോൺഗ്രസിൻ്റെ മാത്രം വിജയമല്ലെന്നും മതവർഗീയ ശക്തികളുടെ വിജയമാണെന്നും അവരുടെ ഡിമാൻഡ് മനസ്സിലാക്കുന്നു. അവരുടെ ഡിമാൻഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ലത്തീൻ കത്തോലിക്ക സഭ മേയർ വിഷയത്തിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. മുസ്ലിം ലീഗാകട്ടെ കൊല്ലത്തും കൊച്ചിയിലും മുസ്ലിം ലീഗുകാരൻ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരി ഡെപ്യൂട്ടി മേയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ കോൺഗ്രസ് ഒരു ഡമ്മി മാത്രമായി മാറുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ലത്തീൻ കത്തോലിക്ക സഭയും അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായി UDF മാറിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ ഈ സംഘടനകൾ വീണ്ടും അവകാശവാദവുമായി എത്തും എന്നുള്ളത് ഉറപ്പാണ്. എറണാകുളത്ത് ലത്തീൻ കത്തോലിക്ക സഭയെ സമാധാനിപ്പിക്കാൻ BD സതീശനടക്കം ഇറങ്ങിയിട്ടും ഒരു രക്ഷയുമില്ല. അവർ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അവരുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ മേയറാവണമെന്ന്. കൊല്ലത്തും കൊച്ചിയിലും മുസ്ലിം ലീഗിൻ്റെ ആവശ്യം കണ്ട് അന്തപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് ഉയർത്തിയത്. കൊല്ലത്തും കൊച്ചിയിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന ആവശ്യം. കൊല്ലത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ കൊച്ചിയിൽ മുസ്ലിം ലീഗിൻ്റെ പിൻബലമില്ലാതെ തന്നെ കോൺഗ്രസ് ജയിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. കോൺഗ്രസിൻ്റെ കോട്ടയാണ് എറണാകുളം. പക്ഷേ മുസ്ലിം ലീഗ് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ട് കൊണ്ടാണ് കൊച്ചിയിൽ കോൺഗ്രസ് അത്ഭുതപ്പെടുത്തുന്ന വിജയം നേടിയത് എന്നാണ്. എന്തായാലും 2026 കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങളും അടക്കമുള്ള മതവിഭാഗങ്ങളാകും കേരളം ഭരിക്കുക.
അവരുടെ ആവശ്യങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ട ഗതികേട് കോൺഗ്രസിന് ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേക്കും ഈ സ്ഥിതി. അപ്പോൾ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാലോ ആകെ മൊത്തം അലങ്കോലമാകും UDF.